നമ്മൾ പോകുന്നത് ഗുരുവായൂര്. അമ്പലത്തിലല്ല കുഞ്ഞു, നമ്മള് നൗഷി താത്താടെ വീടില്ലേ, നൗഷി താത്താടെ ബേബി ഉണ്ടായിട്ടില്ലേ? എത്ര ബേബി ഉണ്ട് നൗഷി താത്താക്ക്? 2 ബേബി. 2 ബേബിയുടെ ഏതൊക്കെ ബേബി? അത് ബോയികൾ. അപ്പൊ ആ ബേബിനെ കാണാൻ പോവാണ്. പിന്നെ ഫാരീന, റംലൂന്, ഷെമീന്, ഷാക്കിന്, നൗഷീന് എല്ലാരെയും കാണണ്ടേ? അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഗുരുവായൂര് പോവുകയാണ്. ഗുരുവായൂര് അങ്ങനെ ഞങ്ങളിതാ നൗഷിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഗുരുവായൂർ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. നൗഷിയുടെ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഗുരുവായൂർ പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുകയാണ്, അമ്പലത്തിൽ പോവുകയല്ല കേട്ടോ. അങ്ങനെ ഇതാ എറണാകുളം എത്തിയിട്ടാ. അങ്ങനെ എറണാകുളം എത്തി വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. അപ്പം എനിക്ക് ചായ കുടിക്കാൻ തോന്നിയപ്പോഴത്തേക്ക് അവിടെ ഒരു തട്ടുകടയിൽ നിന്നാണ് ചായ വാങ്ങിയത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ല കേട്ടോ. സ്റ്റെപ്പ് കയറാനുള്ള മടി കൊണ്ടാട്ടെ എസ്കലേറ്റർ വഴി എന്നെ കൊണ്ടുപോകുന്നത്. ട്രെയിനകത്തേക്ക് കയറിയിട്ടാ ആരും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ ഈ വെക്കേഷൻ ടൈമിൽ പോയിട്ടും വലിയ തിരക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്ന് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ എത്തുന്നതിന് ഒരു 10-12 സ്റ്റോപ്പിന് അപ്പുറം ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ ട്രെയിനിൽ നിറച്ചു ആളായത്. അതുവരെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞങ്ങൾ 2 പേരും. പിന്നെ തിരിച്ച് ഞാൻ ഈ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരിന് ഇങ്ങോട്ട് വരാനായിട്ട് ട്രെയിനില്ല, രാത്രിയിൽ ഏതാണ്ട് 11 മണിക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ബസ്സിന് വരണമല്ലോ എന്നുള്ളൊരു സങ്കടവും വേവലാതിയുമാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അങ്ങനെ എന്താ പറയുക, ബസ്സിനകത്ത് ട്രെയിനിലിരുന്ന് ആരുമില്ല. നൗഫ്ലിക്കായും വന്നിരുന്ന് അങ്ങനെ ഒരു ഭാഗത്ത് നൗഫ്ലിക്കായും മറുഭാഗത്ത് ഞാനും അങ്ങനെ കിടന്ന് സുഖമായിട്ട് കിടന്ന്. അങ്ങനെ എന്തോ എപ്പോഴോ എന്നറിയില്ല ആൾ കയറി തിരക്ക് വന്നപ്പോഴത്തേക്കുമാണ് പിന്നെ ഞങ്ങളങ്ങ് എഴുന്നേറ്റ് കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്നതാ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട്. നൗഫ്ലിക്ക് ഇവിടെ മൊബൈൽ നോക്കിയിരിക്കുവാണ് കേട്ടോ. കുഞ്ഞുനാണെങ്കിൽ കിടക്കുകയൊന്നും വേണ്ട, ആളിങ്ങനെ പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ആകാംക്ഷയിലായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് എവിടെ വെച്ചാൽ മീറ്റപ്പ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതാണ് ആൾ ആദ്യമേ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആൾക്കിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾ കിടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഇങ്ങനെ നേരം പരവരാ ഇങ്ങനെ വെളുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന ആ സമയമായപ്പോൾ ഞാൻ ഇവിടെ ചാരി കിടന്നായി. പിന്നെ എൻ്റെ ഉറക്കം അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ വന്ന് ഇറങ്ങി. അവിടെ വാഷ്റൂമിൽ കയറി ഞങ്ങൾ അപ്പോൾ ഈ കാണുന്ന ആൾ ആദ്യമേ തന്നെ ഒരുങ്ങിയിട്ട് ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ്, അതായത് നൗഷിയുടെ ഹസ്ബൻഡ് ഞങ്ങളെ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാമെന്ന് പറ്റുന്നു അവർ സമ്മതിക്കില്ല. ഇല്ല ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞ് അങ്ങനെ മക്കളെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ എൻ്റെ പതിവൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ. എല്ലാ മീറ്റപ്പിനുമുള്ള അതേ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ 4 വർഷമായിട്ട് ഈ മീറ്റപ്പ് വെക്കുന്നതാണ് കേട്ടോ. ഈ 4 വർഷമായിട്ടും മീറ്റപ്പ് വെക്കുമ്പോൾ ഒരു പതിവുണ്ട്, എൻ്റെ ഡ്രസ്സ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കീറും. അതേപോലെ ഈ പുതിയ ചുരിദാറാണ്, അത് വണ്ടിയിൽ തട്ടി അങ്ങനെ കീറിയിട്ടുണ്ട്. പിന്നെ ഈ പുലികളിക്ക് പോകുന്ന ഡ്രസ്സായതുകൊണ്ട് തന്നെ വലിയ കീറിയാലും വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പം അതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഞാനങ്ങ് നടന്നു പോവുകയാണ്. പിന്നെ ഭയങ്കരമായ രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാമെന്നും പറഞ്ഞാണ് പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ചുരിദാർ കീറിയതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ ആ ഡ്രസ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ മോള് എൻ്റെ വീഡിയോ എടുക്കുന്ന ബഹളമാണ്. മക്കളെ ഇതൊക്കെ ഈ വീഡിയോയിൽ വന്നില്ലെങ്കിൽ ഇവിടെ ഇടിയും ബഹളവും പെരവാസോലിയും ഉണ്ടാവും TV-യുടെ അകത്ത്. അങ്ങനെ ഞങ്ങളിതാ കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ എന്നിറങ്ങിയിട്ട് അങ്ങനെ ഒരു കോഫി മാത്രം കുടിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം തന്നെ ഞങ്ങളെ വിളിക്കാനായിട്ട് ജംഷി വന്നു.
അങ്ങനെ ദാ അവിടെ എത്താറായി മക്കളെ. ഓരോ സ്ഥലം എത്തുമ്പോഴും ഞാൻ ചോദിക്കും എത്താറായോ എത്താറായോ എന്ന്. അങ്ങനെ ദാ ആദ്യം റംലുവും ഷെമിയും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പുറകെ ഫാരിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വാദിക്കാൻ ഇരിക്കുമ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് എന്താ പറയുക സന്തോഷം കൊണ്ട് എഴുന്നേക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മീറ്റപ്പ് ഞങ്ങൾ വെച്ചില്ലായിരുന്നു. അതായത് നൗഷി ഞങ്ങളുടെ കൊച്ച് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വെച്ചില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞുമണികളൊക്കെ ആയി ഇപ്പോൾ ഏകദേശം 4 മാസമായപ്പോഴാണ് മീറ്റപ്പ് വെക്കുന്നത്. ഈ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാട്ടോ ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേക്ക്. ഒന്ന് അഭിനയിച്ച് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ച് കാണിച്ചു വരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞേ നമുക്ക് സംസാരിക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞപ്പോൾ കാണിച്ച കാട്ടായങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ മക്കളെ. ഇത് ഈ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പറഞ്ഞാൽ അറിയാലത്തൊരു സംഭവമാണ്. ഇത് അനുഭവിക്കുന്നവർക്ക് അത് അറിയാവില്ല. അത്ര രസമായിട്ടോ ഫ്രണ്ട്സായിട്ട് കൂടുന്ന ഈ ഒരു നിമിഷം. അത് ഹോം ബേക്കേഴ്സ് ഫീൽഡിൽ നിന്ന് കിട്ടി ഞങ്ങളുടെ എന്താ പറയുക 6 ഫ്രണ്ട്സാണ് ഈ കാണുന്നത് കേട്ടോ. ജീൻസ് ഇട്ടിരിക്കുന്ന ആളെ മോഡേൺ ആക്കിയ കഥയായിട്ടാണ് ഞങ്ങളാ പറയുന്നത്. ആളെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്ത്. അങ്ങനെ ഇതാ മെസ്സി ഗോൾ അടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദാ ഷാക്കിറ ഏറ്റവും അവസാനം എത്തിയിട്ടുണ്ട്. ഷാക്കിറയുടെ ഹസ്ബൻഡ് 3 മീറ്റപ്പിനും കൂടിയിട്ടുണ്ടായില്ല. ഈ ഒരു മീറ്റപ്പിന് ഇതാ ഷാക്കിറ ഹസ്ബൻഡുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ വിജയം തന്നെയാണ്. ഇനി ഞങ്ങൾക്ക് കളത്തിലേക്ക് ഇറക്കാനുള്ളത് ഫാരിയുടെ ഹസ്ബൻഡിൻ്റെയും കൂടിയാണ്. അങ്ങനെ ഇതാ എല്ലാവരും ഇനി ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇനി അവിടെ നിന്നാണ് കളിയും ചിരിയും വർത്തമാനങ്ങളും ഒക്കെ. അങ്ങനെ എഴുന്നേറ്റിരുന്ന സമയത്ത് കാണാൻ വന്നതേ ആൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. 2 മക്കളാണ് കേട്ടോ, അവർക്ക് ട്വിൻസാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെയൊക്കെ കളിപ്പിച്ച് പിന്നെ അടുത്തത് ഷാക്കിറ വന്നപ്പോൾ പർദ്ദയുടെ ഷോപ്പാണ്. ആൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാണുന്ന സെലഫി മഫ്തയും പർദ്ദയും കുറേ സാധനങ്ങൾ അവൾ കൊണ്ടുവന്നിട്ട് ആക്രി ഉക്രി സാധനങ്ങളെല്ലാം ആയിട്ടാണ് അവൾ വന്നിരുന്നത്. ആക്രിയൊന്നും അല്ല കേട്ടോ, കടയിലെ പുതിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിട്ടുള്ള ഷോയാണ് ഈ കാണുന്നത്. ഷാക്കി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാവരും എടുക്കുന്ന ബഹളത്തിലാണ് മക്കളെ. അടുത്തതായിട്ട് ആ ഫുഡ് എടുത്തിട്ടുണ്ട്. ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം തരണമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ പോലെയായി. അപ്പോൾ ആണുങ്ങളാണ് ആദ്യം ഇരുന്നത് കേട്ടോ. ആ വീഡിയോനകത്ത് എടുത്തിട്ട് അത് കണ്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ദാ മക്കളെ ഇതാണ് ഞങ്ങളുടെ നൗഷി മോൾ. ഇവളുടെ ഡെലിവറിയാണ് കേട്ടോ കഴിഞ്ഞിരിക്കുന്നത്. 2 ട്വിൻസാണ് അവൾക്ക് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. ഇതിൻ്റെ വോയിസൊന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ വോയിസൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. പിന്നെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണെന്ന് പറയും. ഈ വീഡിയോ അങ്ങനെ വൈറലായി പോയാൽ എന്ത് ചെയ്യും? അത് കഴിഞ്ഞതാ കുഞ്ഞിപ്പെണ്ണിനെ എഴുന്നേൽപ്പിച്ച് കളിപ്പിക്കും കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയോളൂ കൂടുതലായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ചെക്കൻ കൊച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരെയും കൂടി ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അത്ഭുതമൊക്കെ 8 വർഷം കൂടി ഉണ്ടായ മക്കളാട്ടോ. ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക്. അങ്ങനെ ദാ മക്കളെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഗുരുവായൂരുള്ള ആനക്കോട്ട കാണാനായിട്ട് വന്നേക്കുവാണ്. ഗുരുവായൂർ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു ആനക്കോട്ടയിൽ വരണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ആന നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ആനകളെയും ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഈ ആനേനെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടക്കും. എഴുതി വെച്ചിട്ടുണ്ട്. അത് അവസാനമായിട്ടാണ് ഞാൻ അറിയുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ പോയി ഇവൻ ഞങ്ങളെ കണ്ടപ്പോൾ മുതലേ പിള്ളേരും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല രസം. എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കണ്ട്
അങ്ങനെ ദാ ഇവിടെ ഒരാളെ നല്ല തേച്ചരച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളിക്കാൻ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് ചാടി എഴുന്നേക്കാൻ പോയപ്പോൾ അവർ വഴക്ക് പറഞ്ഞ് അവിടെ പിന്നെയും കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതാ ഫാരിയുടെ മോനാണ് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് പോലെ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കണം ഞങ്ങളുടെ ക്യാമറാമാനാണ് ഈ കാണുന്നത്. അപ്പോൾ ആളൊട്ടും അറിയുന്നില്ല ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചേക്കുന്നത് ഞാനിത് ഈ ഒരു ചാനലിൽ ഇടുന്നൊന്നും ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സ്റ്റൈലൊക്കെ കാണിക്കുവാണ്. എന്തായാലും കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും വിചാരിക്കും അടിപൊളിയായിട്ട് റീൽസൊക്കെ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അവൻ ഞങ്ങൾ നിന്ന് കളിയാക്കും കേട്ടോ സായിൽ, ഈ തള്ളമാരുടെ ഓരോരോ കളികളെന്നും പറഞ്ഞിട്ട്. ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ദാ മക്കളെ 5:30 സമയം ഞങ്ങൾ പിരിയുവാണ്. ഈ പിരിയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര അലമ്പായിട്ടാണ് വൈകുന്നേരം ആയപ്പോൾ വിശന്നിട്ട്. അങ്ങനെ ദാ ജംഷി ഞങ്ങളെ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വന്ന പോലെ തന്നെ ഞങ്ങളെ വീണ്ടും കൊണ്ടുപോയി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കി. ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം പറയണം കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമുക്ക് എല്ലാ വർഷവും ഞങ്ങൾ ഈ ഒരു മെയ് മാസം ഏപ്രിൽ മാസം ഇങ്ങനെ നോക്കിയിരിക്കും വെക്കേഷൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മക്കളെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത മീറ്റപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. കഴിഞ്ഞ വർഷത്തിൽ എടുത്തിട്ടില്ല. ഓക്കെ മോളിതാ നല്ല രീതിയിൽ അലമ്പാട്ടാ നൗഷീട. അപ്പോൾ ദാ ഞങ്ങൾ പിരിയുവാണ്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വ്ലോഗുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.